മുസ്ലിം വിശ്വാസികളോടാണ് ഇന്ത്യൻ സിറ്റിസൺ ഒരു കാര്യം പറയുന്നത്. മതങ്ങളില്ല, വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യനെ വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം തകർന്നത് ഈ ചങ്ങായി അബ്രോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ പൈസക്കാണ്. ആ പൈസ ചോദിച്ചാലൊന്ന് സംശയം തോന്നിയത്. പക്ഷേ ഇന്ത്യൻ സിറ്റീസിനൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ത്യൻ സിറ്റീസൺ മതിയാക്കിയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ഭണ്ഡാരം കണ്ടാലും ഒന്ന് കോളേജിനും ഭണ്ഡാരം, എല്ലാത്തിനും ഭണ്ഡാരാക്കി പിന്നെ പഠിച്ചോലെന്തിനാന്ന്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ചങ്ങായിയാണ് വേദാമ്പരം പള്ളിയിൽ ഖത്തീബ്. ഈ ചങ്ങായി ബിസിനസ്മാനാന്ന് ആദ്യമേ പറഞ്ഞതല്ലേ കേട്ടാ. സാലിഹ് ഫൈസി ഇർഫാനിയ കോളേജാണ് ഇപ്പോൾ നിർത്തിച്ചത്. അപ്പോൾ ഈ ചങ്ങായി ഇ കെ ഉസ്താദും എ പി ഉസ്താദും ഈ മാട്ടൂലെ പള്ളിയിൽ വന്നിട്ട് ഈ അറയ്ക്കൽ രാജാവിൻ്റെ ജന്മിമാരെടുത്ത് തിന്നാനും കുടിക്കാനും ആ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് അവർ ഇവിടെ വന്നിട്ട് പോയത്. അതേ പിൻപറ്റൽ ഇവരിപ്പോൾ നടത്തുന്നത് എന്താണ്? മാട്ടൂലിൻ്റെ ഐശ്വര്യം ഇപ്പം വരെ മഴ പെയ്തിന്. കാരണം ഈ ചങ്ങായിക്ക് കേസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നിർത്തുമൊക്കെ മഴ പെയ്തിന്. അപ്പം കലിയുഗത്തിൽ ഇയാളെ പറയല്ല, ഇയാളെ പറഞ്ഞ പിന്നെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട്, പിന്നെയും പിടിച്ച് ഉള്ളിലുണ്ട്. സുഹൈൽ സാർ ഇവരെപ്പുറമാണ്. കാരണം പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചങ്ങായി കുടുംബത്തൊക്കെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പറയുന്നത് നിന്നെ തീർക്കലെന്ന്. സിംഗം സുഖൈലി അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, കൈക്കൂലി. ഭയങ്കര ഡയലോഗും ഭയങ്കര സുബാനെന്നാലും പറയുന്ന കേട്ട വിചാരിക്കും ഇതിൻ്റെ വേറെ സാധു ഇല്ല. അങ്ങനെ ഇയാൾ ഇന്നലെ സുഹൈൽ സാറാണ് സാധു എന്ന് പറഞ്ഞത്. ഇയാളെ സാധു എങ്ങനെയാക്കാന്ന് പറയും. അങ്ങനെ ഇന്നലെ രാത്രിയുണ്ട് ഇയാൾ പറയുന്നത്, കരഞ്ഞോണ്ട് പറയുന്നു ഈ സാലിഹ് ഫൈസി. കാരണം ശബ്ദം ജുമാ നമസ്കാരത്തിന് ഇയാളാണ് സ്പീച്ചർ. അപ്പോൾ ശബ്ദം ഓർമ്മിക്കുന്നത് കരഞ്ഞോണ്ട് പറയുന്ന, എൻ്റെ കയ്യിൽ ഒരു സാധു സ്ത്രീ ഒരു പേപ്പർ തന്നിട്ടുണ്ട്. ഈ സാധുവായ സ്ത്രീക്ക് വേണ്ടിയും ഈ സാധുവായ എനിക്ക് വേണ്ടിയും ഞാനിതിലൂടെ പറയുന്നതെന്നും പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ആ പെണ്ണുങ്ങൾക്ക് വീടെടുത്തിട്ട് കടം കയറിയെന്ന് തോന്നുന്നു. കടം കയറിയിട്ട് കടം വീട്ടാനും പഠിച്ചോൻ വേണം. അങ്ങനെ ആ പേപ്പർ കയ്യിൽ, തുണ്ട് പേപ്പർ കയ്യിലുണ്ട്. എന്നിട്ട് അതിന് അതും വാങ്ങി അതിൻ്റെ അപ്പുറം സംഭാവന ഉണ്ടാവും. അല്ലാണ്ട് ഇത് കരഞ്ഞോണ്ട് ഇത് വാച്ച് ചെയ്യില്ല. മലയാളം പറയുമ്പം കരയോ, ഈ അറബി പറയുമ്പം കരയോ, എല്ലാം കരയും. എന്നിട്ടോ എത്ര മുസൽമാന്മാർ ഈക്ക് അപ്പുറം, എ പി ഇപ്പുറം, സാലഫി ഇപ്പുറം, മറ്റേ ജമാഅത്ത് ഇസ്ലാമി അപ്പുറം, മുജാഹിദ് ഇപ്പുറം, എല്ലാവരും വിളിക്കുന്ന ഒരേ പഠിച്ചവനെ തന്നെ. പിന്നെ ഏതാ ഈ പഠിച്ചവന്? അങ്ങനെ എന്താക്കി ഈ ചങ്ങായിനെ ഇപ്പോൾ റെസിപ്റ്റ് ആക്കിയിട്ടുണ്ട്. 17-ാം തീയതി ആകുമ്പം തുടങ്ങും കരയാൻ. ഞാൻ ആ 17 കരയണ്ട, നോക്കട്ടെ, ഉള്ളിൽ നിന്ന് കരഞ്ഞാൽ മതി.